പോയി കണ്ടവരാ. എല്ലാ പ്രസ്ഥാനത്തിനും പോയി ലെറ്റർ കൊടുത്തിട്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. ചില ആളുകളൊക്കെ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് സപ്പോർട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ചിലരൊക്കെ മറക്കാനും മറപ്പിക്കാനും ശ്രമം നടത്തുന്നുമുണ്ട്. അത് സംഘപരിവാരങ്ങളോ ബിജെപിയുടെ നേതാക്കന്മാരോ അല്ല, നമ്മുടെ സമുദായത്തിൽപ്പെട്ട നേതാക്കന്മാർ തന്നെയാണ്. തെളിവ് സഹിതം കാണിക്കാൻ നിങ്ങൾക്ക് എന്റെ മൊബൈൽ വന്ന മെസ്സേജുകൾ. പക്ഷേ ഇതൊന്നും ഇവിടെ വിമർശിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങളുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇങ്ങനെ കാപ്പട്യം പറഞ്ഞുകൊണ്ട് അസത്യം പറഞ്ഞുകൊണ്ട് നടക്കുന്ന നേതാക്കന്മാരോടൊന്നും നിങ്ങൾക്ക് തെളിയിച്ച് കളയാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തിരുന്ന് സംസാരിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ യാത്ര നയിക്കുന്നത്. ഒരുപാട് നേതാക്കന്മാരെ ഞങ്ങൾ പോയി കണ്ടപ്പോ ഒരൊറ്റൊരു നേതാവ് ആണത്തമുള്ള ചങ്കൂറ്റമുള്ള മുസ്ലിം സമുദായത്തിന് വേണ്ടി ഒരു ഭയമില്ലാതെ ശബ്ദിക്കുന്ന കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് തിരുവനന്തപുരം മണ്ണ് വരെ, തിരുവനന്തപുരം അനന്തപുരി വരെ മുസ്ലിം സമുദായത്തിന്റെ വേദനകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന, മുസ്ലിം സമുദായത്തിന് പോരാട്ടങ്ങൾ നടത്തണമെന്ന് പറഞ്ഞു നടക്കുന്ന, സംഘപരിവാറിന് രൂക്ഷമായ വിമർശനം നടത്തുന്ന, ലോകത്തിന്റെ മുസ്ലിങ്ങൾക്ക് നല്ലത് വരണേ എന്ന് മാത്രം ചിന്തിക്കുന്ന, സംഘടന വിവേചനമില്ലാതെ, ഒരു പ്രസ്ഥാനത്തിന്റെ വിവേചനമില്ലാതെ മുസ്ലിങ്ങളെല്ലാം ഐക്യപ്പെടണമെന്ന് ആഗ്രഹിച്ചു നടക്കുന്ന ഒറ്റൊരു നേതാവ് അതിനടക്കമുള്ള, അതോടൊപ്പം തന്നെ ഞാൻ എന്റെ നെഞ്ചേറ്റ്, ഞാൻ എന്റെ ചങ്കില് കൂടി, എന്റെ ഹൃദയാന്തരാളങ്ങളിലിട്ട് ഞാൻ സ്നേഹിക്കുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു. എല്ലാവരെയും പോയി കണ്ടപ്പോ ഇന്നലെ എന്റെ വാട്സപ്പിലൂടെ ഒരു വോയിസ് വന്ന് എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട ഞാൻ പറഞ്ഞ ആണത്തമുള്ള ചങ്കൂറ്റമുള്ള കേരളത്തിന്റെ മണ്ണില് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, കേരളത്തിലെ മുസ്ലിങ്ങളുടെ നേതൃത്വം അഫ്സൽ കാസിമിക്ക് കൊടുക്കണമെന്ന ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്. കാരണം അദ്ദേഹം വോയിസ് ഇട്ട് എന്താണെന്നറിയോ? ഒരുപാട് പ്രസ്ഥാനങ്ങളും നേതാക്കന്മാരുമുള്ള ജില്ലയാണല്ലോ, ഒരുപാട് നേതാക്കന്മാരുള്ള സംസ്ഥാനമാണല്ലോ കേരള സംസ്ഥാനം. ആ സംസ്ഥാനത്ത് അങ്ങനെ പറയാൻ, മുന്നേറ്റം വരാൻ, കൊല്ലം ജില്ലയില് കൊട്ടാരക്കരയില് ഞാനുണ്ടാകും നിങ്ങളോടൊപ്പം എന്ന് പറയാൻ ആർജവം കാണിച്ച ഒരു നേതാവ് മാത്രമേ ഉള്ളൂ. അത് അഫ്സൽ കാസിമിയ. ഞങ്ങൾ നൽകുന്നു ഈ നിഷ്പക്ഷമായ മുസ്ലിം സമുദായത്തിന്റെ ഒരുപാട് സഹോദരന്മാര് അഫ്സൽ കാസിമിയുടെ ഇരുകവളിലേക്കും ആയിരം ചുടുചുംബനങ്ങൾ അർപ്പിക്കുകയാണ്. കാരണം ഇത് മുസ്ലിം സമുദായത്തിന് വേണ്ടി ശബ്ദിക്കുന്നതാ. അദ്ദേഹത്തെ ഒരുപാട് വിമർശനങ്ങളും അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ചർച്ചാ വിഷയമാക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ കൊല്ലാൻ നടക്കുമ്പോ നമ്മള് ഈ ഇരട്ട നീതിയെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ എങ്ങനെയാ കിടന്നുറങ്ങാൻ കഴിയുന്നത്? നമ്മള് കേട്ടതല്ലേ, നമ്മള്